ഫസ്റ്റ് ടൈം. സോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ഒരു ഫോറിനിൽ പോകുന്നു ആണെങ്കിൽ അവർ പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടെ സെറ്റിൽ ആവും, റൈറ്റ്? ദെൻ യു കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് യുവർ പാരൻസ്, യു കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് യുവർ place, right? India, of course, I'm an Indian, right? So don't be like that. India need young minds like you. Go out, actually, ingane oru opportunity kittanengil just go out and explore the world, but always come back here and serve the country with pride. Even if you don't serve here, don't forget at least, isn't it? ഞാനിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നില്ലെങ്കിലും മലയാളത്തിൽ ഞാൻ എഴുതാറൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാൻ എഴുതാറുണ്ട്. ലൂക്ക അറിയാമോ? ആർക്കൊക്കെ അറിയാം ലൂക്കാസ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക. ആൻഡ് ശാസ്ത്രഗതി, യുറീക്കൊക്കെ വായിച്ച കുട്ടികളുണ്ട് ഇവിടെ. ശാസ്ത്ര കേരളം, അതുപോലെ ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പുസ്തകം അന്റാർട്ടിക്കൻ പര്യടനം ഞാൻ കഴിഞ്ഞ വർഷമാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രകാശനം ചെയ്തത്. സോ ഇറ്റ്സ് നോട്ട് കമ്മിങ് നാച്ചുറലി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മിക്സ് ആവുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കറിയാമോ? റൈറ്റ്, ഇറ്റ്സ് എ സബ്ജക്ട്, isn't it? Not really. Science is not just a subject. Science is a tool for discovering knowledge. So അത് ശാസ്ത്രമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് പോലും യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ടൂളാണ് സയൻസ്. ശാസ്ത്രം എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, the way I explain the science is learn from failures. നമ്മൾ പരാജയപ്പെടുമ്പോൾ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ട് മുന്നോട്ട് പോവുക, അതാണ് ശരിക്കും പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത്. 2019-20 ഞാൻ ജർമ്മനിയിലുണ്ടായിരുന്നു. ഒരു ജർമ്മൻ ഗവൺമെന്റ് സബാറ്റിക്കലിന് ഒരു 4 മാസം ഞാൻ ജർമ്മനിയിലുള്ള സമയത്ത് ബ്രിമൻ എന്ന് പറഞ്ഞ നോർത്ത് ജർമ്മനിയിലായിരുന്നു എൻ്റെ ലാബറട്ടറി. ആ സമയത്ത് ഞാൻ ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിനിൽ പോയി. അപ്പോൾ യൂറോപ്പിലുള്ള തലസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടംപോലെ മ്യൂസിയം ഉണ്ടല്ലോ. പൊതുവേ മ്യൂസിയം ഫ്രീ ആണ്, ഇന്ത്യയെ പോലെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ മൊത്തം ഫ്രീ ആണ്. ബെർലിനിലുള്ളൊരു മ്യൂസിയമാണ് ടോപ്പോഗ്രാഫി ഓഫ് ടെറർ, ആ ഒരു മ്യൂസിയം. അവിടെ ആ മ്യൂസിയം ശരിക്കും ജർമ്മൻ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ശമ്പളം ജർമ്മൻ സർക്കാരിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ അവിടെ പോയപ്പം ശരിക്കും ഞെട്ടിപ്പോയി. ഞെട്ടാൻ കാരണം എന്താ അറിയാമോ? അവിടെ മ്യൂസിയം മൊത്തം ജർമ്മനിയെ അധിക്ഷേപിക്കുന്നതായിരുന്നു. അതെന്താ അങ്ങനെ ഒരു മ്യൂസിയം ചിന്തിച്ചോളൂ. നമ്മൾ പൊതുവെ ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഒരു മ്യൂസിയം ആണെങ്കിൽ, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പിന്നെ ഹിസ്റ്റോറിക്കൽ നോക്കുകയാണെങ്കിൽ പഴയ ഭാരതം ചെയ്ത മോശം കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു മ്യൂസിയം ഇവിടെ തുടങ്ങാൻ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? അതുപോലെയാണ് ജർമ്മനി. സോ ജർമ്മനിയുടെ എന്താ പറയുക, ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1930 തൊട്ട് 1945 വരെ അവിടെ എന്താ സംഭവിച്ചത്? ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ആരുടെ ക്രൂരതകൾ? ഹിറ്റ്ലർ. സോ ഹിറ്റ്ലറിൻ്റെ ഹോളോകോസ്റ്റിനെതിരായിട്ടുള്ള ഒരു മ്യൂസിയം, അതിൻ്റെ ആ മെമ്മറീസ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള ഒരു മ്യൂസിയം ആയിരുന്നു അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സോ ദെൻ ഐ തോട്ട് ദാറ്റ് വൈ നോട്ട് സിമിലർ മ്യൂസിയം വി നീഡ് ഹിയർ ഇൻ ഇന്ത്യ ഓൾസോ, റൈറ്റ്? എ മ്യൂസിയം അഗെയിൻസ്റ്റ് കാസ്റ്റിസം, untouchability, sati. Have you thought about it? Our past is not perfect. I wrote an article in Hindu newspaper. You can search my name, Felix Bast. The title of that is called Truth versus Lies. Read it. But ഞാനിവിടെ വന്നിരിക്കുന്നു, you saw this one, maybe yesterday you saw this poster, and some of you might thought, ഇതായിരുന്നു ഒരു പേര്, ഫെലിക്സ് ബാസ്റ്റ്, from Payyanur Koram village. Why this name? Is he a Christian? No, I'm not a Christian. Many people ask me, are you a Catholic? Felix is a Catholic name. And my answer, yeah, I'm a Catholic. I love cats. ഞാൻ ഈ പേര് ചൂസ് ചെയ്യാൻ കാരണം പൂച്ചയാണ്. വൈ? കാറ്റ് എന്ന് പറയുകയാണെങ്കിൽ പൂച്ചകളുടെ ജനുസ് ഉണ്ടല്ലോ, ജീനസ്. വാട്ട് ഇസ് ദ ജീനസ്? ഫെലിസ്.
So Bast, do you know my surname Bast? Is the goddess of cats in ancient Egypt. So I choose this name myself. I changed my name from Srijit Vadakke Matham. Well, Matham. Why Matham? ഞാൻ ജനിച്ചതൊരു വീട്ടിലായിരുന്നു. വീട്ടിലല്ല, ഇവിടെ ഒരു ഹോസ്പിറ്റൽ, മുകുന്ദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പക്ഷേ വീട് എന്ന് പറയുന്നതിന് പകരം എന്താണ് മഠം, ഇല്ലം എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? I want to emphasize my caste, isn't it? Brahmin, no, I don't like it. My identity is not my caste. If I don't have a, if I don't have a permission to choose my own name, then what is that I have it? So to fight the casteism, I think you should change the name. It should start from changing at least the caste identifying surname. And I'm still proud of it. I changed my name for it. So science really has no caste, no religion. And Antarctica, it's a mission, friends. It's a national mission. I was part of it. I was pretty young that time, right? You might think, okay, I look very different now. Why? I went long back, 2016-17. So I was part of the Scouts and Guides. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ? അറ്റ്ലീസ്റ്റ് യു വർ പാർട്ട് ഓഫ് ഇൻ സ്കൂൾ. യാ, സ്കൗട്ടിലെ മോട്ടോ എന്താണ്? തയ്യാർ, isn't it? Yeah, be prepared. So that's like a mantra helping everyone in Antarctica also. Why? Because Antarctica is no man's land. അവിടെ മൊത്തം മഞ്ഞ് മാത്രമാണുള്ളത്. സോ മഞ്ഞിലൂടെ നടക്കാൻ പോലും സാധാരണ നമ്മളെ ഈ ഇങ്ങനെയുള്ള റോഡിലൂടെ നടക്കുന്ന പോലെയല്ല. കാരണം എന്താ? സോ യു വിൽ നെവർ നോ വാട്ട് ഈസ് ദർ ബിലോ ദാറ്റ്, റൈറ്റ്? ഫ്രം ടോപ്പ് ഇറ്റ് ലുക്സ് ലൈക്ക് എ ബെഡ് ഷീറ്റ്, വൈറ്റ് ബെഡ് ഷീറ്റ്, ബട്ട് ബിലോ ദാറ്റ് ഇറ്റ് കുഡ് ബി ക്രിവാസ്. യു നോ വാട്ട് ഈസ് ക്രിവാസ്? ഓപ്പൺനെസ്. യു നോ, സോ ദ മൊമെന്റ് യു നമ്മൾ കാലിൻ്റെ മേലെ കുത്തുന്ന സമയത്ത് പൊട്ടിയിട്ട് നമ്മൾ നേരെ താഴോട്ട് വീഴും, 1.5 കിലോമീറ്റർ താഴോട്ട്. ആ സമയത്ത് മരണം. സോ ഹൗ ടു ഹെൽപ്പ് അവർ സെൽഫ്? അവിടെ നമ്മൾ ഒറ്റക്ക് നടക്കരുത്. അവിടെ നടക്കുകയാണെങ്കിൽ 3 പേര് മിനിമം ഉണ്ടാവണം. 3 പേര് തമ്മിൽ ചരടിൽ കെട്ടണം. ഇറ്റ്സ് ഫണ്ണി, isn't it? 10 മീറ്റർ ഒരു ഡിസ്റ്റൻസ് പാലിച്ചിട്ട് ചരടിൽ കയറിൽ കെട്ടിയിട്ട് വേണം നടക്കാൻ. അതെന്താ കാരണം? പറയൂ, ഒച്ചക്ക് പറയൂ. മനസ്സിലായില്ല? അതന്നെ, ഒരാൾ വീഴാണെങ്കിൽ മറ്റുള്ളവർക്ക് പിടിച്ച് രക്ഷിക്കാലോ. സോ എവറിഥിങ് ഈസ് അബൌട്ട് പ്രിപ്പറേഷൻ. Antarctica it's not our place, right? So you approach it with full of glory and preparation. Submit to the glory. So yeah, everything is special in Antarctic. How about the temperature? അറിയാമോ എത്ര ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവും? -77 degrees Celsius. Can you believe? -77 എന്ന് പറഞ്ഞാൽ അവിടെ ബാക്ടീരിയ പോലും ഇല്ല. നമ്മൾ ഇവിടെ കാണുന്ന ബാക്ടീരിയ ഒന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ടോയ്ലറ്റ് അവിടെ? ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ ടോയ്ലറ്റ് അവിടെ പറ്റില്ല. കാരണം ബാക്ടീരിയ ആണല്ലോ ഡീകമ്പോസ് ചെയ്യുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്ടീരിയ ഇല്ലാത്ത സമയത്താണെങ്കിൽ ടോയ്ലറ്റ് എന്ത് ചെയ്യുന്നു? നത്തിങ് ക്യാൻ വർക്ക്. നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ടോയ്ലറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു മെഷീൻ കേട്ടുണ്ടോ? നല്ല ശക്തിയിൽ തിരിച്ചാൽ അതിൻ്റെ വെള്ളം ഒരു സൈഡിൽ, പിന്നെ solid will be on the other side of the test tube, right? That is called centrifugation. So we use that, but it's a machine, it's a big machine, right? And then the solid part we bring back to India. We put it in barrel. കുറച്ച് വർഷത്തിന് മുമ്പ് ദേശാഭിമാനിൽ എന്നെ കുറിച്ചൊരു ഒരു സപ്ലിമെന്റ് ഉണ്ടായിരുന്നു, ഒരു സൺഡേ സപ്ലിമെന്റ്, 1 full page. അതിന്റെ ടൈറ്റിലായിരുന്നു മലം ചുമക്കുന്ന ശാസ്ത്രജ്ഞന്മാർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ എക്സ്പെരിമെന്റ് ഐ ക്യാരി, എവ്രിവൺസ്. ഇറ്റ്സ് എ പൂൾഡ് വൺ, യു നോ. So I cannot say that I will not touch it, I will not clean toilet. I can never say that. So in Antarctic mission, friends, there is no casteism, no religion, nothing. It's just pure science. That is the spirit of science.
ഞാൻ ജപ്പാനിലായിരുന്നു പഠിച്ചത്. 5 വർഷം ഞാൻ അവിടെ ജപ്പാനിലായിരുന്നു. ജപ്പാൻ, ഹൗ മച്ച് ഡു ദേ ലിവ്? 88 years is the average life expectancy. 88 വർഷം വരെയാണ് അവിടെ ശരാശരി ആയുർദൈർഘ്യം. ഇന്ത്യയിൽ എത്രയാണെന്ന് നമുക്കറിയാമോ? 73 വയസ്സ് വരെ ആയിരുന്നു 10-15 വർഷം മുമ്പ് വരെ. അതിനുശേഷം ഇപ്പൊ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എത്ര അറിയോ? 67.3 കഴിഞ്ഞ വർഷത്തെ ശരാശരി ആയുർദൈർഘ്യം. വൈ? എന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 77 വയസ്സാണ് അമ്മയ്ക്ക്. 9 തവണ ഹാർട്ട് സർജറി ചെയ്ത വ്യക്തിയാണ് എൻ്റെ അമ്മ. എൻ്റെ കൂടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ജീവിക്കണം. പിന്നെ ക്യാൻസർ വന്നു, ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. നോൺ ഹോട്ട്സ്കിൻസ് ലിംഫോമ. She survived it. How? What is the secret? Yoga, Ayurveda, homeopathy. Not really. Science. Modern medicine. In Japan, friends, ജപ്പാനിലാണെങ്കിൽ ആയുർവേദ ഇല്ല, യോഗയില്ല, ഒന്നുമില്ല. അവിടെ ശാസ്ത്രം മാത്രമേ ഉള്ളൂ. ഹോമിയോപ്പതി ഉണ്ടായത് എവിടെയാണെന്ന് നമുക്കറിയാമോ? Germany. Samuel Hahnemann was anti-scientist. He was a pseudo-scientist. He founded homeopathy in Germany. ഇപ്പൊ ജർമ്മനിയിലൊന്ന് പോയി നോക്കൂ. അവിടെ ഹോമിയോപ്പതിയുടെ ഹോസ്പിറ്റൽ എവിടെയുള്ളത്? Nothing. Homeopathy lost its significance there. Many countries have banned homeopathy. Like Canada, homeopathy is banned. But here in India, we have homeopathy in every district, isn't it? Humongous waste of money, isn't it? ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് I had some tooth problem, okay? Then I went to a doctor. One lady doctor said that, okay, you have a tooth issue. So do you know how to brush your tooth? So I thought like it's an insult. Everyone knows to brush, no? പല്ല് തേക്കാൻ അറിയാമോ എന്നോട് ചോദിച്ചു. Then I said, I know how to brush. ഞാൻ പല്ല് തേച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു, that's incorrect. That is not the right way. There is a right way to brush your tooth. You can search on YouTube. There are better way. Brush is not touching only on the enamel or only on gum. It should be in between enamel and gum. And better than brushing is flossing. How many of you know flossing the tooth? Very important. At least once a day you should floss your tooth. And how many of you know that your tooth health is connected with your heart health? വായനാറ്റുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. Do you know that? Many people say stress is related with heart attack. Too much stress. That's why young people are dying out of heart attack. No, that's incorrect. That is not scientist. That's not scientific. But tooth health is related with heart health. That is what the science says. So science keep on changing every single day, friends. ഓരോ ദിവസവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ വരികയാണ് ശാസ്ത്രത്തിൽ. പഴയ നോളജ് ഒക്കെ ഇറ്റ് ഈസ് യൂസ്ലെസ് റിയലി. പക്ഷെങ്കിൽ നമ്മൾ പൊതുവായിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you are kind of stuck up with the time your teachers graduated. Why? Most of the teachers are not updated. That is the problem. I'm not talking about your teachers. They are fantastic teachers, right? I'm talking in general, not just teachers. ഞാൻ ജപ്പാനിൽ പോയിട്ട് തിരിച്ചു വന്ന് I'm working in Bathinda, right? It's a small town in Punjab for 15 years now. So when I came to India first time, right? So I went to a doctor. I had a fever in Bathinda in Punjab, and then the doctor prescribed something. Then I had this bad habit that time. I want to know what is that medicine, how it works. I googled it. I still have that habit. So first result came. Google la adithe link nokkumbo click cheyumbo oru PDF file aanu. Now curious, I want to know what is that PDF file. It is something called Gazette of Government of India. I was surprised. What is there in Gazette? അദ്ദേഹം 2010 എനിക്ക് ആ മെഡിസിൻ എഴുതുന്നത്. അപ്പൊ 2010 5 വർഷം പിന്നാലെ 2005 ഇന്ത്യൻ സർക്കാർ നിരോധിച്ച മെഡിസിൻ ആണ് അന്ന് എനിക്ക് അയാൾ എഴുതി തന്നത്. നോക്കൂ, they are not updated. Many people after MBBS or MD they stop studying.
That's not science really. You know, Albert Einstein famously said, the day you stop learning, you start dying. So learning should never stop. It's a everyday affair, you know. So that is exactly what science is. നിങ്ങൾ ആർക്കൊക്കെ ചെസ് അറിയാം? ചെസ് അറിയില്ല ആർക്കും? Okay, chess, I also love chess. Okay, I have very nice ELO score of around 1870, something like a club player, not really top level. So 2,700 or like grandmaster level. Mine is only 1,800 something. So ELO rating ആണ് ചെസ്സിൽ പറയുന്നത്. How do you improve that ELO rating? How do you improve your chess skills? Well, Englishലെ ഒരു proverb നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, practice makes man perfect, isn't it? Man or women, isn't it? Gender neutral term, women also, isn't it? Practice makes everyone perfect. അപ്പോൾ ചെസ്സിന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ what you should do? Play. Keep on playing. 10 games per day, then 100, 1,000, 10,000, 1 lakh. So will your score improve? Yellow score? No, practice is not an answer. Science is answer. You can improve science to improve your ELO rating. ശാസ്ത്രം ഉപയോഗിച്ച് ചെസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? How? I told you, I explained to you what is science. What is it? Learn from failure. So നമ്മുടെ ചെസ്സിൽ ഒരു ഗെയിം നിങ്ങൾ തോൽക്കുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളൊരു ഇൻട്രോസ്പെക്ഷൻ യു ഷുഡ് ഡു. It's like a post-mortem. Which move was costlier? Why that happened? So if I didn't do that move, I could have taken a different approach, different strategy. Identifying that bad move is the key to improve your ELO rating. Chess improve ചെയ്യാൻ കൂടുതൽ chess game കളിച്ചിട്ട് മാത്രം കാര്യമില്ല. Learn exactly you lost it. Which game was costlier? Identify it. So that is a spirit of, learn from failure approach of science. Yeah. So science is amazing, So yeah, keep on improving the life expectancy. നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം എത്രയായിരുന്നു അറിയോ? പണ്ടൊക്കെ ഒരു 100 വർഷം പിന്നെ നോക്കുകയാണെങ്കിൽ മുമ്പ് 100 വർഷം മുമ്പ് നമ്മുടെ ആയുർദൈർഘ്യം വെറും 35 വയസ്സ് മാത്രമേ ഉള്ളൂ. ലോകം മൊത്തം, ഇന്ത്യയിൽ കുറച്ചുകൂടി കുറവായിരുന്നു ആ സമയത്ത്. ഇപ്പൊ നോക്കൂ, ലോകത്തിലെ ആയുർദൈർഘ്യം 73 വയസ്സാണ്. All because of science. Like vaccine alone is responsible for so many saved lives. പക്ഷെ എന്നാൽ പോലും വാക്സിൻ ഹെസിസ്റ്റൻസി in Kasaragod district, for example, now many communities are now hesitant to get vaccinated. That is a big problem. So much of pseudoscience, ശാസ്ത്രം അശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫ്ലഡഡ് വിത്ത് pseudoscience now. So be aware of it. Learn to detect the pseudoscience. ലോകത്തിലൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള കാര്യം നമുക്കറിയാമോ? So I went to 28 countries. ഇപ്പൊ 28 രാജ്യങ്ങളിൽ പോയതിൽ I did cover 3 countries from north of Europe, Scandinavian countries like Denmark, Sweden and Norway. I didn't go Finland. Finland is a beautiful place. So these 3 countries are always on top of happiness index. Why? What's the problem with our country? Poverty. Too much poverty. An anti-science approach. Our happiness increase ചെയ്യാൻ വേണ്ടിയിട്ടേ പിന്നെ പാർക്കിലൊക്കെ പോയിട്ട് ഗ്രൂപ്പോട് കൂടിയിട്ട് നമ്മൾ ഒച്ചത്തിൽ എന്ന് ചിരിച്ചാലും മതിയോ? No, that doesn't work. But still many people do. In North India it's very common. ഇവിടെയും അങ്ങനെയുള്ള പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടോ? കൂട്ടച്ചിരി എന്നാൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 1-2 മാസം കഴിയുമ്പോൾ പയ്യന്നൂരിൽ എത്തും. It's spreading like wildfire. അശാസ്ത്രീയമായിട്ടുള്ള ഏർപ്പാടുകൾ. So you should know which one is correct, which one is incorrect, which one is science, which one is non-science or pseudoscience. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അവിടെ
ഉള്ള പേപ്പർ ഉണ്ടല്ലോ, ദേശാഭിമാനി ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, മനോരമ ആവട്ടെ, അതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഏറ്റവും മേലെ ഇടത്തും വലത്തും ചെറിയ അഡ്വർടൈസ്മെന്റ്, അത് ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒന്നും പേപ്പർ വായിക്കാറില്ലെങ്കിലും അതിലെഴുതിയിട്ടുണ്ട്, എപ്പോഴും ഓർക്കുന്നു, ശാസ്ത്രീയമായി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏലസുകൾ, മാന്ത്രിക ഏലസുകൾ. യുനോ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, ജോലി ഇല്ലാത്തവർക്ക് ജോലി. ക്യാൻസർ ഉണ്ടോ? നോ പ്രോബ്ലം. വേർ അവർ our stuff, yeah, you will lock it or what not. So they say that scientifically prepared, ശാസ്ത്രീയമായി. ഒരു ശാസ്ത്രവുമില്ല, isn't it? ആൾക്കാരെ പറ്റിക്കാനാണ് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ. So there is something called critical thinking. Question everything. ഒന്നും നമ്മൾ അതിൻ്റെ മുഖവിലക്ക് എടുക്കാതെ, you should approach everything. Why so? Is it true or not? So that is a scientific approach. So that you should actually adopt that scientific mindset for improving your own life. So that's it. My time is over. 30 minutes is over. But if you have any questions, you're welcome. And now അവസാനമായിട്ട് പറയുന്നത്, ഈ പിന്നെ ഇവിടെ നാട്ടിൻ പ്രദേശത്ത് പഠിച്ചു എന്നുകൊണ്ട് there is nothing no wrong. Okay, so don't be shy. You can also improve your English. You can talk fluently. You can also you can write fantastic good English. How will you improve your English? Listen to podcast. Not just watching YouTube video will not help you, or watching some Hollywood movies. No, it doesn't work much. But podcast is important. Do you know what is podcast? Recorded radio shows, right? Like in Android app or iPhone, you have several apps like Podcast Republic is my favorite one. Listen to some great science podcasts. For example, Naked Scientists from Cambridge University. Follow it and read a lot of quality English, so that way you can improve your English. And some of you are from disadvantaged communities, Dalit community. You can apply for scholarship specifically for you. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല, അതാണ് സംഭവം, പ്രശ്നം. ഗവൺമെൻറ് പുറത്തു പോയി പഠിക്കാനുള്ള ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട്. ഉദാഹരണത്തിന് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഫോർ UK, കാനഡ ആൻഡ് ന്യൂസിലാൻഡ്. മോൻബുക കാക്കുഷോ സ്കോളർഷിപ്പ് ഫോർ ജപ്പാൻ. Don't have to spend anything, just apply it. These days just online application. But that scholarship will not come to you. You have to approach. You have to be intentional. So how are you spending your time? That matters. Social media, simply Instagram, no, it will not help you. Right? But if you're intentional on applying this scholarship and getting in, then that is a fantastic approach for building your career. ഞാനിവിടെ ബട്ടിൻഡയിൽ വന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. I told him, he was from a very poor community from Rajasthan. He was ST. I asked him, you should apply for, Ministry of Social Justice Scholarship. Because I was in the review panel, at one time. ഒരു വർഷത്തിൽ 100 പേരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്ര പേരേ ഉള്ളൂ SC/ST-കാർ. എത്രയോ ലക്ഷങ്ങൾ, കോടിക്കണക്കിന് കുട്ടികളുണ്ട്. അവർക്കൊന്നും അറിയില്ല ഇങ്ങനെയുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച്. Apply for it. He applied. He got selected from such a small village, something like my Korom village. He's coming from that kind of village, but much more interior and economically so much poor guy he was. Okay, Devendra Meena, his name. He got PhD from Oxford University. Postdoctoral from Cambridge, and now he is a scientist in Imperial College London. Yes, you can also do it. So thanks so much for inviting Biju Moshe, our teacher, everyone here. I hope it's a little bit helpful for you. You got some ideas from this interaction, isn't it? So yeah, that's it. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കണമെങ്കിൽ പ്ലീസ് വെൽക്കം. ഐ വെൽക്കം എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഹാവ് അബൌട്ട് സയൻസ്, അബൌട്ട് അന്റാർട്ടിക്, അബൌട്ട് മൈസെൽഫ്, അബൌട്ട് കരിയർ, ഹയർ എഡ്യൂക്കേഷൻ, ഹയർ സ്റ്റഡീസ്, എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്. ആരാണ് ആദ്യം ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ? മൈക്ക് റെഡിയാണ്. ആരാണ്